ടിൻഡു ടിൻഡു. എന്താ അച്ഛാ? എടാ നീ കേട്ടോ, അപ്പുറത്തെ പിങ്കിയുടെ വീട്ടിൽ നിന്നൊരു ബഹളം കേൾക്കുന്നു. ഏയ് അത് കൊഴപ്പില്ല അച്ഛാ. അത് നിനക്കെങ്ങനെ അറിയാം? എടാ മടിയാ, നിന്നോട് ചെന്ന് നോക്കാനാ ഞാൻ പറഞ്ഞത്. എന്തോ പ്രശ്നമുണ്ട് അവിടെ? ഒരു പ്രശ്നവും ഇല്ല അച്ഛാ, ഞാനല്ലേ പറയുന്നേ. ഒന്ന് ചെന്ന് നോക്കടാ. പിങ്കിയും അവളുടെ അമ്മയും തമ്മിലാണെന്ന് തോന്നുന്നു. ഭയങ്കര വഴക്ക് നടക്കുക. എന്റെ അച്ഛാ, ഞാൻ ഇപ്പൊ അവിടം വരെ പോയി നോക്കിയതേ ഉള്ളൂ. അതിന്റെ ബഹളമാ അവിടെ നടക്കുന്നേ. വീണ്ടും ഞാൻ അങ്ങോട്ട് ചെന്നാ അവിടെ നടക്കാൻ പോകുന്നത് കൊലപാതകമായിരിക്കും. കൊലപാതകം. അത് ശരി. അപ്പൊ നീയാണല്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഓ, നിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യൂടാ ടിൻഡു? അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങാണെങ്കിൽ അത് പറ്റില്ലല്ലോ. അല്ലെങ്കിലും കവുങ്ങ് മടിയിൽ വെച്ചിട്ട് എന്ത് കിട്ടാനാ അച്ഛാ? എടാ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, നീ ഇരിക്കെ. നിന്റെ പരീക്ഷ ഇങ്ങ് എത്താറായില്ലേ? പരീക്ഷ വരും പോവും, അതൊക്കെ ഈ ടിൻഡുമോൻ ഒത്തിരി കണ്ടതാ. റിസൾട്ട് വരുമ്പോ മൊട്ട വാങ്ങും, അതൊക്കെ ഈ അച്ഛൻ ഒത്തിരി കണ്ടതാ. ഇനി അത് പറ്റില്ല. മിനിമം പാസ് മാർക്കെങ്കിലും വാങ്ങിക്കാതെ പറ്റില്ല ഇനി. ഞാൻ പരീക്ഷ എഴുതാറുണ്ടല്ലോ, ഉത്തരം ശരിയാവാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അതിനാണടാ പഠിക്കണമെന്ന് പറയുന്നത്. ജനറൽ നോളജ് വേണം കുട്ടികളായാൽ. എന്റെ കയ്യിലില്ല അച്ഛാ. അച്ഛൻ വരുമ്പോ 2 വാങ്ങണേ. എന്ത് ജനറൽ നോളേജ്? എടാ മണ്ടാ. എടാ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിനക്ക് ജനറൽ നോളജ് ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നതെങ്ങനെ? അത് പറയുന്നതിന് മുമ്പ് അച്ഛൻ മറ്റൊരു കാര്യം പറയണം. എന്ത് കാര്യം? ആ കോഴിക്കുഞ്ഞ് എപ്പോഴാ മുട്ടയ്ക്കകത്ത് കേറിയത്?